ഇത് മാർപ്പാപ്പയല്ലേ? ആ മാർപ്പാപ്പയാ. എനിക്കറിയത്തില്ലേ. അമ്മയ്ക്ക് അറിയത്തില്ലേ? അപ്പൊ ആരാന്നൊന്ന് പറഞ്ഞു. ആരാ? അവൻ പറയട്ടെ. അവൻ പറയട്ടെ. അത് കൊള്ളാം. അത് പറ്റിയല്ല, അമ്മ പറയട്ടെ. നമ്മുടെ വീട്ടിലോട്ട് വരുമല്ലേ, അപ്പൊ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ആയിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ അവന് നേരത്തെ പോലൊക്കെ അറിയുന്നതാന്ന് പറഞ്ഞാൽ ഇപ്പം ഒത്തിരി ആയിട്ട് അങ്ങനെ മിണ്ടും പറയാൻ വിളിക്കുകയോ ഒന്നും ചെയ്യാത്തോണ്ട് ഒരു വിവരം അറിയത്തില്ല. അയ്യോ, ഇത് സത്യമാണോ? ഇത് സത്യമാണോ? ഇത് മിണ്ടും പറയുകയും വിളിക്കുകയൊന്നും ചെയ്യല്. ഇത് ഇത് എന്നാ പറയും? ആ കയറി വരുവാ. കയറി വരുവാന്നേ. വേറൊന്നല്ലേ? പിന്നെ കയറണോ? അമ്മ പറഞ്ഞാലേ കേറുള്ളന്ന്. എലിക്കുട്ടി കേറാമെന്ന് പറഞ്ഞല്ലേ പിന്നെ കേറാമെന്ന് പറഞ്ഞല്ലേ. എന്നാ ഉള്ളേ? വന്നാ കയറി വന്നാ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കയറി വന്നാ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാനോ? ആ എന്നാ കഴിക്കാൻ വല്ലതും ഉണ്ടോന്ന്? നിനക്കോ? ആ കഴിക്കാൻ എന്നാ വേണ്ടി? എന്നാ ഉള്ളേ? എന്നാ ഉള്ളേ? കഞ്ഞിയൊക്കെ മതിയോ? ആ കഞ്ഞിയുള്ളോ? വേറെ ഒന്നുമില്ലേ? തീറ്റയോ? ആ അത് എന്നതാവോ? തീറ്റ പശുവിന് കൊടുക്കുന്ന പുല്ല് കൊടുത്താൽ മതിയോ? ഇഷ്ടമുള്ളത് എനിക്ക് എന്നാന്ന് എനിക്കറിയത്തില്ല. ആ നിനക്കറിയാമോ? ഇഷ്ടമുള്ള തീറ്റ എന്നാന്ന് പറഞ്ഞു കൊടുക്കാം. അമ്മ ഉണ്ടാക്കി തരും. ഞങ്ങൾ എന്നും ഉണ്ടാക്കുമ്പം ഓരോന്നും മാറി മാറി എല്ലാം ഉണ്ടാക്കണം. ആ അതെ അതെ. അപ്പം പറ്റിയല്ല. ആ അപ്പൊ ഇഷ്ടമുള്ള എന്നാന്ന് പറയുവാണെങ്കിൽ അമ്മ ഉണ്ടാക്കി തരും. ആ ആ എന്നാ പറ യോമൻ പറ. യോമോനെ എന്നാ കള്ളപ്പോ കോഴിക്കറി കൂടെ ഉണ്ടാക്കി. ആ കള്ളപ്പോ കോഴിക്കറിയും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ. അമ്മേ കള്ളപ്പവും കോഴിക്കറിയും കൂടെ അതിനുണ്ടാക്കി കൊടുക്കാൻ. അതപ്പോ ആ അതൊന്നും ഇപ്പം നടക്കുകയല്ലോ. അതിനാ ഇത് ഉണ്ടാക്കാൻ ആളില്ല. പിന്നെ അമ്മ പറഞ്ഞപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ മതി. ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞല്ലേ? എന്നാന്ന് പറയാനല്ലേ? ഇഷ്ടമുള്ളത് പറയാനല്ല പറഞ്ഞേ. ഒരാള് ഇഷ്ടമുള്ളത് പറയാനല്ലേ പറഞ്ഞേന്ന്. ഉണ്ടാക്കി തരാന്ന് ആരോ? അമ്മ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അവള് കേട്ടോണ്ടിരുന്ന ഞാൻ കേട്ടതാണല്ലോ. ഞാൻ പറഞ്ഞില്ല. അമ്മ പറയുന്നത് ഞാൻ കേട്ടതാ. എന്നെ ഉണ്ടാക്കി തരാമെന്ന്. ആ ഇഷ്ടമുള്ളത് പറഞ്ഞോളെ. അവനെ എല്ലാവരോട് ചോദിച്ചോക്കോ. ആരോടും പറഞ്ഞില്ല. അത് പറഞ്ഞ് ആ മനുഷ്യനും പറഞ്ഞേ. അതെന്നാ കൈ തൂക്കി ആ എന്നെ നോക്കി വിളിക്കാൻ തിന്നാണ്ട് കൊടുക്കങ്ങോട്ട് തൂക്കി പിടിച്ചോണ്ട് വന്ന് നിക്കുവാ അല്ലേ അമ്മേ? കേറിയിരിക്കേ. കള്ളപ്പം കോഴിക്കറി ഇല്ല. കള്ളപ്പം കോഴിക്കറി ഉണ്ടാക്കി തരും. കഞ്ഞിയേ തരുള്ളൂ. പോവാണ്. കള്ളപ്പം കോഴിക്കറി ഇല്ല. കഞ്ഞിയേ തരുള്ളൂ. വെള്ളപ്പൊക്കല്ല കള്ളപ്പം. കള്ളപ്പം? ആ കള്ളപ്പം കൊണ്ട് വന്നാണോ? കള്ളപ്പം കൊണ്ടുവന്നതല്ല. കള്ളപ്പം അമ്മ ഉണ്ടാക്കി തരാന്നല്ലേ പറഞ്ഞേ? കള്ളപ്പം അമ്മ ഉണ്ടാക്കി തരാന്നല്ലേ പറഞ്ഞേ കഴിക്കാനായിട്ട്? കഴിക്കാനായിട്ടോ? ആ കള്ളപ്പം ആ ആരാ ഉണ്ടാക്കാൻ? ആ ഇവിടെ എന്നാ വേണ്ടെന്ന് എന്നോട് ചോദിച്ചായിരുന്നു. ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അതിന് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ആ പഠിക്കാനില്ലെന്നേ. ഉണ്ടാക്കി തരുമോന്നാ ചോദിച്ചു. എങ്ങനെയാ ഉണ്ടാക്കുന്നത്? അതെ കള്ളപ്പം ഉണ്ടാക്കണത് എങ്ങനെയാന്ന് അറിയാതെ കള്ളപ്പം ഉണ്ടാക്കാൻ പറ്റുമോ? കള്ളപ്പത്തിന് വലിയ അറിയത്തില്ല. എന്തൊക്കെ ഉണ്ടാക്കണം? അതിന് ചേർക്കണ്ട ഒന്ന് പറഞ്ഞേ. അറിയാൻ അറിയാനൊന്നുമില്ല. എന്നാ പറ കേക്കട്ടെ. കള്ളപ്പനത്തിന് ചേർക്കേണ്ടതൊക്കെ കാരണവന്മാർക്ക് മറ്റുള്ളവർക്കും ഒക്കെ അറിയാതെ അവരോട് ചോദിച്ചു. അപ്പൊ അമ്മയ്ക്ക് അറിയത്തില്ല. ഞാൻ എത്ര വർഷമൊക്കെയായി ഇതൊക്കെ ഇങ്ങനെ ചെയ്ത. ആ ശരിയാ, വർഷങ്ങളായി അമ്മ ഉണ്ടാക്കിയിട്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ അമ്മ എങ്ങനെയാണ് പരിപാടിയൊന്നും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. പോലെ ഒന്നും ഇന്ന് പറ്റിയേ. ഇന്നത്തെ വ്യത്യാസമുണ്ട്. അന്നത്തെ വ്യത്യാസം. അന്നത്തെ ഇന്നത്തെ വ്യത്യാസം ഉണ്ടെന്ന്. അതിന് വ്യത്യാസം തന്നെ. കള്ള് വ്യത്യാസം ഉണ്ടല്ലേ? കള്ള് പുളിയല. അന്നത്തെ കള്ള് നല്ലതായിരുന്നു. ഇന്നത്തെ കള്ള് പുളിയല. അന്നത്തെ കള്ള് നല്ലതായിരുന്നു. ഇന്നത്തെ കള്ള് പുളിയല. തീറ്റയും കൊടുക്കുകയൊക്കെ നല്ലതായിരുന്നു. ഒരു പ്രത്യേകമായ രീതിയാണ്. ഇപ്പോഴത്തെ എന്താ അന്തവും ബന്ധവും ഉണ്ടാക്കുന്നതിന് അന്തം ബന്ധമില്ലല്ലേ? രുചിയില്ല. അപ്പൊ ഒരു സാധനം ഞാൻ ഉണ്ടാക്കുന്നതിനൊന്നും രുചിയില്ലെന്നാണോ പറയുന്നേ? നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ രുചിയുണ്ട്. രുചിയുണ്ടോന്ന് അവർക്ക്. രുചി സ്തുതിയല്ല. പുറത്തുനിന്ന് തിന്നവർക്കറിയാം. പുറത്തുനിന്ന് തിന്നുന്നവർക്കറിയാം. പുറത്തുകൂടെ തിന്നാൻ ആൾ വന്നിട്ടുണ്ട്. അവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അറിയത്തോളും. പുറത്തുനിന്ന് തിന്നാൻ വന്നതായിരിക്കും വേണമെങ്കിൽ. വരവില്ലല്ലോ. ഇത് പുറത്തുനിന്ന് തിന്നാൻ വന്നതാണോ ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട്? നീ തൂക്കി പിടിച്ച സാധനം അങ്ങ് കൊടുക്ക്. വല്ല തിന്നാനോ? അത് കിളി പിടിച്ച് നോക്കാനല്ലേ? ആ അത് കിളി പിടിച്ച് നോക്കാനാ. എന്നാന്ന് അറിയണ്ടേ? ആ കൊടുക്ക്. എന്നാ നോക്കട്ടെ. ഇത് മീനാ. ഇത് നമ്മുടെ തരണ്ടല്ലോ. എന്നാ ഇതെന്നതാ നോക്ക്. എന്നാ
എന്നാ കൊണ്ടുവന്നേ നോക്ക്, പലഹാരം വല്ലതാണോ നോക്ക്. അതിന് എൻ്റെ പണിയിലോട്ട് ആ അമ്മയല്ലേ ചോദിച്ചത് എന്നതാന്ന്, അമ്മയ്ക്കല്ലേ അറിയേണ്ടത്. ചോദിക്കാൻ എന്നാ ആ എന്നാ നോക്ക് കാണട്ടെ. ഇപ്പം കഞ്ഞിയുള്ളു, വേറെ ഒന്നും തരാനില്ല, അതുകൊണ്ട് മേടിച്ചോണ്ട് വന്നാ. ഇതൊക്കെ മഴയുള്ള അപ്പം മഴയുള്ളോ? ആണോ? ഇല്ലേ ഏ ഇത് ഒട്ടേക്കുക ആണോ? എല്ലാം മഴയുള്ള തപ്പി നോക്കി കണ്ടുപിടിക്കും. എന്നെ കൊണ്ട് വെച്ചാലും അതിലിട്ട് തപ്പി തപ്പും അല്ല കിള്ളി പൊളിക്കുക. മേടിച്ചല്ലേ ആ അമ്മയ്ക്ക് കൊണ്ടുവന്നല്ലേ? അമ്മയ്ക്ക് കൊണ്ടുവന്നാ. ഒരു വീട്ടിലോട്ട് വരുമ്പോൾ എന്നാലും കൊണ്ടുവരണ്ടേ? അതെ ഒരു വീട്ടിലോട്ട് വരുമ്പോൾ എന്നാലൊക്കെ കൊണ്ടുവരണ്ടേ? കൊണ്ടുവന്നാണ് ആ ആര് കൊണ്ടുവന്നു ആരാ കൊണ്ടുവന്നേ? ആരുടെ കയ്യിൽ നിന്ന് അപ്പം മേടിച്ചേ? എൻ്റെ വീട്ടിൽ നിന്നുള്ള പിള്ളേരാണ്. പിള്ളേരല്ല കൊണ്ടുവന്നേ, ഞാനല്ലേ കൊണ്ടുവന്നേ? ഞാൻ നീയാണ് ആ നീ മേടിച്ചോണ്ട് വന്നാൽ ആ ശരിയാ. ഒരു വീട്ടിലോട്ട് വരുമല്ലേ, അപ്പം എന്നാലും കൊണ്ടുവരണ്ടേ? പിന്നെ ആ അല്ല പിന്നെ മോശമല്ലേ? വേറെ ആര് നോക്കിയാലും പറ്റിയല്ല, അവരോർക്ക് പറ്റുന്ന അവരവർ കൊണ്ടുവന്നില്ല. ആ അപ്പം അമ്മ വന്നാൽ ഇവിടെ കഞ്ഞി മാത്രമേ ഉള്ളെന്നും പറഞ്ഞു, കള്ളപ്പം ഉണ്ടാക്കി തരുമല്ലെന്ന് പറഞ്ഞു. ആ അപ്പം പിന്നെ എന്നാ ഇങ്ങനെ കഴിക്കണ്ട എന്നെങ്കിലും? ആരും പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല, ആ കഴിക്കാം. അതുകൊണ്ട് മേടിച്ചതാ. കൊണ്ടുപോണോ? അത് കൊണ്ടുപോയി എന്നാ കേറി വരാൻ പറ, മഴയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറ. അത് വേറെ അറിയത്തില്ല. വലിച്ചു കയറ്റുമ്പോന്നായിരിക്കും തോന്നുന്നത്. അമ്മയ്ക്ക് പറ്റുമോ ഇതിനെ പിടിച്ചു കയറ്റാൻ? ഇതിനെ പിടിച്ചു കയറ്റാൻ പറ്റുമോ? അത് പിടിച്ചു കയറ്റാതെ വരികയല്ലെന്നാ തോന്നേ. കുത്തി വെക്കാതെ വയ്യല്ല, ഇതിനെ പിടിച്ചു കയറ്റണം, കയ്യെ പിടിച്ചു കയറ്റണം. ആ ഓ അതൊന്നും വേണ്ട. അമ്മയൊന്ന് ചിലപ്പോ പിടിച്ചു കയറ്റേ. പിന്നെ ഓക്കെ കഴിക്കും. അതിൻ്റെയൊക്കെ പ്രായമായില്ലല്ലേ? അതിനുള്ള പ്രായമൊന്നും ആയില്ല, പിടിച്ചു കയറ്റാനുള്ള പ്രായമൊന്നും ആയില്ലെന്ന്. അതെ ആ പിടിച്ചു കയറ്റാൻ പ്രായം ആകട്ടെ അല്ലേ? അയ്യോ മഴ പെയ്തിട്ട് പോകച്ചിലാണല്ലോ. ഇപ്പൊ 10-20 വയസ്സിൽ കൂടുതലുണ്ട്. ഇതിനോ? 20 വയസ്സോ? 50 വയസ്സാകാറായി. 20 20 20 ബാക്കി ഇവിടെ പോയി. 20 ആയോളൂ. 20 ഒന്നുമല്ല, 20 അതൊക്കെ ന്യായമായ വയസ്സല്ല. 20 വയസ്സോ? ആ ലോറിയല്ലേ? 20 വയസ്സുള്ള മകളുണ്ടതിന്. അതെ അതിന് അതെ ആ ആൾക്കേ 20 വയസ്സുള്ള മകളുണ്ടെന്ന്. ഉണ്ടോ? ആ പിന്നെ അതിനെങ്ങനെ 20 വയസ്സാകുന്നത്? പിന്നെ ഉണ്ടോ? ഉണ്ടെന്നേ അല്ലേ പറഞ്ഞു. അവളെന്നെ പഠിക്കണേ, നേഴ്സാണ്. ആ അമ്മയ്ക്ക് നേഴ്സുമാരും ഗവൺമെന്റ് ജോലിക്കാരെയാണ് ഏറ്റവും ഇഷ്ടം കേട്ടാ. അപ്പൊ ഇവിടെയാണോ? നമ്മുടെയാണോ പിന്നെ പുറത്തോട്ട് പോയതോ? അവള് പഠിച്ചോണ്ടിരിക്കുമല്ലേ? പഠിച്ചോണ്ടിരിക്കുമല്ലേ? പഠിച്ചോണ്ടിരിക്കുവാ ഇപ്പം, പരീക്ഷയൊക്കെയാ. 3 വർഷം അത് പഠിക്കണ്ടേ? 4 വർഷം പഠിക്കണം. പണ്ടായിരുന്നു 3 വർഷം, ഇപ്പം 3 വർഷമൊന്നും പറ്റിയല്ല, 4 വർഷം പഠിച്ചാലേ പറ്റുള്ളൂ. 4 വർഷം. അത് നിന്റെ ആരാ? ഏത്? എൻ്റെ മകള്. മകള് മകളാണ്. കാണണം അമ്മയ്ക്ക് അതിനെ? എനിക്ക് കാണുന്നുണ്ടല്ലേ ആ ചോദിച്ചത്. അല്ല എന്നാലും ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങോട്ടൊന്ന് വന്നേ കൊച്ചേ, ഇങ്ങോട്ടൊന്ന് വാ കൊച്ചേ, അതിനിപ്പൊ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ കൊച്ചേ. ഇത് കണ്ടോണ്ടിട്ട കാര്യം. എന്നാലും അമ്മ അറിയുന്നേ, ഇതാ അതിന്റെ മകള്. അതിന് അവക്കറിയില്ല, അവളെ വിളിച്ചാ വരവില്ലോ. ആ അവള് വന്നു. ഇതിനെ അമ്മ കണ്ടിട്ടുണ്ടോ? അറിയോ? സാധനം വെച്ചുകൂടി. അതേതാ കൊച്ച്? ആ കൊച്ചേതാ? ഏതാണോ അത്? ആ എനിക്കറിയത്തില്ല. ആ അതെൻ്റെ മകളാ. അതിന്റെ മകളാണ്. അതെ അതിന്റെ അവന്റെ മകളാണെങ്കിൽ അവനറിയത്തില്ല. ആ അമ്മയ്ക്കറിയത്തില്ല? അമ്മയ്ക്കറിയത്തില്ല അല്ലേ? എനിക്കറിയത്തില്ല, ഞാൻ ചൂട് കണ്ടിട്ടില്ല അതിനെ. ഇല്ലേ? വിബീന എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടോ? വിബീന എന്ന് പറഞ്ഞത് ചെറുപ്പത്തിലെങ്ങാണെന്ന് കണ്ടതാ. ആ ചെറുപ്പത്തെ കണ്ട എടുത്തോണ്ട് നടന്നതാ, അത് ഞാൻ കണ്ടിട്ടില്ല അല്ലേ? ഓരോ സ്ഥലത്ത് ഇവിടെ ഒരിക്കലും അങ്ങനെ ഇല്ലല്ലോ. ഇല്ലല്ലേ? വല്ലപ്പോഴും വിബീനെ അറിയോ? ഇതിനെ അറിയാൻ തന്നെ വേണം. ഓളെ വളർത്തുകയല്ലേ. വളർത്തിയതല്ലേ? പിന്നെ ഒരു ദിവസം കൂടാതെ അവള് വീട്ടിൽ അതിപ്പോ കണ്ടാ അറിയത്തില്ല. ഇപ്പം കണ്ടാ അറിയത്തില്ല. ഇന്ന് പോകുന്നില്ല വീട്ടോട്ട്. എവിടെയാ? നേരം രാത്രി ആയില്ലേ, കിടക്കണ്ടേ? ഇനിയോ? രാത്രിയൊന്നും ആയില്ല. കണ്ടോ? ഇങ്ങോട്ട് പോക്കില്ല. ഞാൻ മീൻ കറി വെക്കട്ടോ, എനിക്ക് ഒത്തിരി രാത്രിയൊന്നും ആയില്ല. നിങ്ങൾ അമ്മമാരോട് വർത്താനം പറഞ്ഞു. എന്നാ കറി ഉണ്ടാക്കാല്ലേ രാത്രി? രാത്രിയൊന്നും ആയില്ല, നല്ല വെയിലില്ല, കണ്ടില്ലേ? മഴ കഴിഞ്ഞ് നിൽക്കുമല്ലേ ഇപ്പം? മഴ കഴിഞ്ഞ് നിൽക്കുന്ന സമയമല്ലേ?
ചെയ്യാനുള്ള കൊടുക്കാം. 4 മണി കഴിഞ്ഞേ ഉള്ളൂ, 5 മണി ആകുന്നേ ഉള്ളൂ. ഇനി സമയമുണ്ട്. അടുത്ത 5 മണി ആകുന്നേ ഉള്ളൂ സമയം. രാത്രിയാകാൻ ഇനി സമയമുണ്ട്. മഴ പെയ്യും. പെയ്യട്ടെ. മഴ പെയ്യുന്നത് കൊടുക്കണം. ആ പത്രത്തിലെ പടം കണ്ടോ? ആ പത്രത്തിലെ പടം ആരെയാ നോക്കി? പത്രത്തിലെ പടം അതിലൊരു ഫോട്ടോ ഉണ്ട്, നോക്കി. ആ നൂർത്ത് നോക്കി. ആ കണ്ടോ, അതിലൊരു പടം ഉണ്ട്. അതാരാ? ആ ഫോട്ടോ തിരിച്ചു പിടിച്ചേ. അതാരാ നോക്കി ആ ഫോട്ടോ? തിരിച്ചു പിടിച്ച് നോക്കി, നൂർത്ത് പിടിച്ച് നോക്കി. ആ നോക്കിക്കേ, തിരിച്ചു പിടിച്ച് ഇവിടെ നോക്ക്. ആ അതാരാ? ആരാ അത്? ഇങ്ങനെ നോക്ക്. അത് മാർപ്പാപ്പയാ, മാർപ്പാപ്പ. ആ മാർപ്പാപ്പ. പിന്നെ മാർപ്പാപ്പയ്ക്ക് പ്രായം, മാർപ്പാപ്പ മരിച്ചുപോയി. ആ മാർപ്പാപ്പായേ 50 വയസ്സൊന്നുമല്ല, അതിൽ കൂടുതലുണ്ട്. മാർപ്പാപ്പായേ കാലം ചെയ്തു, സ്വർഗത്തിലോട്ട് പോയി. ആ ഇന്നലെ മിനിഞ്ഞാന്നങ്ങാൻ. റോമില്. ആ ചിരിച്ചോണ്ടിരിക്കുക. അമ്മേനെ കൈ കാണിക്കുന്ന. ആ അമ്മേനെ കൈ കാണിക്കുന്ന. മടക്കി വെച്ചാലും അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ? ആ എങ്ങോട്ട്? അവിടെ എവിടെയൊക്കെ ഇട്ടിട്ട് കളയാൻ പറ്റിയല്ല. ആ കളയാൻ പറ്റിയല്ല. ഉണ്ടോ സ്വർഗത്താരകം? സ്വർഗത്തിലേക്ക് പോയെന്ന്. പോപ്പ് സ്വർഗത്തിലോട്ട് പോയെന്ന് മാർപ്പാപ്പ. സ്വർഗത്തിലോട്ടോ? ആ പോകുമ്പോഴല്ലേ? ആ പോയി വിളിച്ചു പറഞ്ഞോ? ആ പത്രത്തിലും ടി വി എല്ലാം വന്നില്ലേ? കണ്ടില്ലേ? പത്രത്തിലെ പടം കണ്ടില്ലേ അമ്മ? പത്രത്തിലെ പടം കണ്ടില്ലേ? ആ പടം അതല്ലേ ഉണ്ടല്ലേ? നോക്കി. കേൾക്കാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ ഇട്ടിരിക്കുന്നത് നമ്മൾ കണ്ടത്. എത്ര വയസ്സുണ്ട്? വയസ്സ് എത്രയുണ്ടെന്ന് ഓർക്കുന്നില്ല. വയസ്സുണ്ട്, ഒരുമാതിരി വയസ്സുണ്ട്. 35 വയസ്സൊന്നുമല്ല. 35 വയസ്സിൽ പോപ്പാകാൻ പറ്റിയല്ലോ. 35 വയസ്സിൽ മാർപ്പാപ്പയാകാൻ പറ്റിയല്ല. ഇത്രയും പ്രായമുള്ളവരെയൊന്നും ആക്കിയില്ല. അത് കൂടുതൽ പ്രായമുള്ളവരെ ആക്കുള്ളൂ. ആ വണ്ടിയാ തടി കൊണ്ട് പോകണം. മരമെല്ലാം വെട്ടിക്കൊണ്ട് പോണാ. മരങ്ങളെല്ലാം വെട്ടുവാണ്. ഇതെല്ലാം ഇഷ്ടമില്ലാത്തവർക്ക് കാശ് മേടിക്കും. ആ ഇഷ്ടമില്ലാത്തല്ലേ? പോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണമെന്ന്. മാർപ്പാപ്പയ്ക്ക് വേണ്ടി. മാർപ്പാപ്പ പോയില്ലേ? ആ അമ്മ പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞേ. ആ അപ്പം പ്രാർത്ഥിക്കണം. കൈ പിടിച്ചോണ്ടിരുന്ന കാര്യമില്ല. പ്രാർത്ഥന അപേക്ഷയൊക്കെ നമുക്ക് ഫലം ചെയ്യുന്ന. അതുകൊണ്ടൊക്കെ നമ്മൾ മുന്നോട്ട് ജീവിച്ച് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമോ? തപ്പിലാതെ മുഴുവൻ പോയത് അത് വെച്ച് കണ്ണാണ്ടാവും. അത് ചെറിയ തണ്ടല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒടിഞ്ഞു പോയില്ലേ? ഇനി അണ്ടിയൊന്നും കിട്ടിയില്ല. അണ്ടിയൊക്കെ അതിലുള്ളതുണ്ട്. പോക്കായി. ആ ശകലമുണ്ട്, അത് കിട്ടും. കാലത്ത് വരും വെട്ടിക്കറങ്ങാം. ആ എന്നാലും എവിടെയും ഉണ്ടാവും. ആ അടിയിൽ നിന്ന് എടുത്ത് വരുന്നുണ്ട്. പേപ്പറുണ്ട് വെച്ച്. പേപ്പർ അമ്മ കൊണ്ട് വെച്ചോ. മാർപ്പാപ്പയല്ലേ, സൂക്ഷിച്ച് വെച്ചോ. മാർപ്പാപ്പയുടെ പടാ, സൂക്ഷിച്ച് വെച്ചോ. കണ്ടില്ലേ? മാർപ്പാപ്പയത്. ഇത് മാർപ്പാപ്പയല്ലേ? ആ മാർപ്പാപ്പയാ. ഉണ്ടോ ചിരിച്ചുകൊണ്ട് അമ്മേനെ കൈപൊക്കി കാണിച്ചോണ്ടിരിക്കുക. മാർപ്പാപ്പയ്ക്ക് ഒത്തിരി വയസ്സൊന്നും ഇല്ലല്ലോ. ആ മാർപ്പാപ്പയ്ക്ക് വയസ്സുണ്ട്. വയസ്സുണ്ടെന്നേ. ആ അസുഖമായിട്ട് മരിച്ചതാ. 60 60ഒന്നുമില്ല, അതിൽ കൂടുതലുണ്ട്. ഇല്ലേ? അതിൽ കൂടുതലുണ്ട്. 70-75 കാണും. ആ 75-നൊക്കെ മുകളിൽ കാണും. ഇതൊക്കെ എഴുതി വെച്ചിരിക്കണ്ട. സ്വർഗതാരകം. ആ സ്വർഗതാരകം. തല തിരിച്ച് പിടിച്ചാണല്ലോ അമ്മ വായിച്ചല്ലോ കേട്ടോ. അമ്മ തല തിരിച്ച് പിടിച്ച് വായിച്ചു. ആ ആ കൊണ്ട് വെച്ചോ. നമ്മുടെ അലമാരയിൽ കൊണ്ട് വെച്ചോ. പോപ്പിനെ അമ്മയുടെ അലമാര കൊണ്ട് വെച്ചോ. അമ്മയുടെ അലമാരല്ലേ
മറ്റേ പടമൊക്കെ വെച്ചിരിക്കുന്ന കൂടെ കൊണ്ട് വെച്ചോളാം. ആരാ? അലമാരയിലേ പടമൊക്കെ വെച്ചിട്ടില്ലേ? ഈശോയുടെ പടമൊക്കെ വെച്ചിട്ടില്ലേ? എല്ലാം പറഞ്ഞു. ആ പോത കാറ്റുണ്ടായപ്പോൾ പെടുന്നതാ. മഴ പെയ്ത് നല്ല കാറ്റുമായി കാറ്റായപ്പോൾ പെടുന്ന ഇപ്പൊ കണ്ടിട്ട് കന്നാലി കോട്ടുണ്ടാവും. തിരെ പോവും. കാറ്റ് വന്നാൽ ഒടിഞ്ഞു പോവും. പോവുകയും വേണം. എങ്ങോട്ട്? താമസത്തിനായിരുന്നു. അതിനാ? എന്തിനാ? അതിനിവിടെ താമസിച്ചാനാ കുഴപ്പം? ആരായിരിക്കും? ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരായിരിക്കും? ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഉള്ളവരെ ഇവിടെ പോയി വേറെ ആളിരിക്കുന്ന ഇവിടെ. ഇത് കണ്ടില്ലേ ഇരിക്കുന്നേ? മാർപ്പാപ്പയുടെ പടം കണ്ടിട്ട്. മാർപ്പാപ്പയ്ക്ക് എത്ര വയസ്സായിടി? ഇല്ല അമ്മയ്ക്ക് മനസ്സിലായില്ല. കൈയൊക്കെ പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞേ ഉള്ളൂ. അത് കടന്നില്ല. പപ്പ ഇനി വന്നില്ല അങ്ങനെ. എവിടെയാ? ഇതോ? അതല്ല, അത് വേറെ. അത് വേറെ. പിന്നെ ഇവിടുത്തെ പപ്പ, അമ്മ അന്വേഷിക്കുന്ന പപ്പ ഏതായിരിക്കും? അതിന്റെ പേര് പറയാമോ? ഞങ്ങളുടെ പേര് പപ്പായ എനിക്കറിയാം. അമ്മയുടെ പപ്പായാണോ? ആരായിരിക്കും? ആരെങ്കിലും പേര് പറയാമോ? പ്രത്യേകിച്ച് പേരോർത്തിരിക്കുകയല്ല. ഇല്ല, ഇത് കലിപ്പാണല്ലോ. ജോസഫ് എന്നാണോ? ജോസഫ് അവരുടെ കൊച്ചാണോ? അമ്മയുടെ ഭർത്താവാണോ? അല്ലല്ലേ. പിന്നെ ജോസഫ് ഇനി ആരാ? ടോമിയാ? അതൊക്കെ അന്നാലും അന്വേഷിച്ചിട്ടുണ്ടാവും. അന്നേരം അന്വേഷിച്ചാൽ പറ്റുമോ? ഇപ്പോൾ കണ്ടുപിടിക്കണ്ടേ? ആളെ കണ്ടുപിടിക്കണമെങ്കിൽ വീട്ടിലോട്ട് പോവുക. പേരറിയണ്ടേ? അമ്മയ്ക്ക് വീട്ടിൽ പോണെന്ന്. അമ്മയ്ക്ക് വീട്ടിൽ പോണെന്നാണ്. ഈ തോർത്തൊക്കെ അരയെ ചുറ്റിയേക്കണേന്റെ കാര്യം എന്നാ? പൊതക്കുന്നതാ നല്ലത്, അരയെ ചുറ്റണ്ട. തോർത്ത് എന്തിനാ അരയെ ചുറ്റിയേക്കണേന്ന്? ഇന്നിപ്പോൾ ആരാ ചുറ്റണം തോന്നി അങ്ങ് കെട്ടി അല്ലേ? ഇന്നിപ്പോൾ അരയെ കെട്ടണം എന്നങ്ങ് തോന്നി. തോർത്തേ അരയെ കെട്ടണം എന്നങ്ങ് തോന്നി. ആണോ? പഴയ കച്ചക്കുറി തോർത്ത്, മറ്റേ തോർത്തുണ്ടല്ലോ, കച്ചക്കുറിയുമുണ്ടോ? എന്നാ അതിന് പറയണേ? കരയുള്ള തോർത്ത്, വെളിച്ചാച്ചനെ കൊടുത്തോണ്ടിരുന്ന തോർത്ത്, അതൊരെണ്ണം മേടിച്ചു തരാം. ഇതിപ്പോൾ ഉണ്ടോ? പൊടിക്കരയുള്ള തോർത്ത്. കച്ചക്കുറി ഉണ്ടെന്നാ മറ്റോ പറയണേ. ഇവിടുത്തെ പപ്പായോ? ഇവിടുത്തെ പപ്പായായി നിൽക്കുന്നത്. നീ നിൽക്കുന്നത് വേറെ പപ്പ ഏതാ ഇവിടെയുള്ളേ? വീട്ടിലോട്ട് തുമ്പ അറിയാലെന്ന് പറഞ്ഞതാ. തുമ്പ അറിയാലെന്ന് പറഞ്ഞതാ. വിവീനാനെ കൊണ്ടുപോകണം അല്ലേ? വിവീനാനെ കൊണ്ടുപോകണം അമ്മയ്ക്ക്. പിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകണ്ട, അവളെ പിന്നെ ഇവിടെ ഇട്ടിട്ട് പോയത്. അമ്മ വളർത്തി വെച്ചായോണ്ടാണോ? അമ്മ വളർത്തി വെച്ചായോണ്ടാണോ വിവീനാനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞേ? ആരോട്? അമ്മ എന്നോട് പറയണേ. അവളെ പിന്നെ അവിടെ ഇവിടെ കെട്ടിട്ട് പോകാൻ പറ്റും. അങ്ങനെ പറയണ. അമ്മ വളർത്തി എത്ര പിള്ളേരുണ്ട്? ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അമ്മ വളർത്തി എത്ര പിള്ളേരുണ്ട്, ആ ലിസ്റ്റ് മുഴുവൻ തപ്പണ്ട വരും. അമ്മ വളർത്തി എത്രയോ പിള്ളേരുണ്ടെന്ന്, അമ്മയുടെ കൊച്ചുമക്കള്. അമ്മ വളർത്താത്ത ആരാ? ശങ്കരീനെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും അമ്മ വളർത്തിയതാ. അവളും ഇതുപോലെ അതുപോലെ ഇവിടെ എല്ലാവരും അതുപോലെ. അവളെ വിളിച്ചോണ്ട് പൊക്കോ. അവളെ വിളിച്ചോണ്ട് പൊക്കോ. എനിക്ക് സമ്മതം. ഞാൻ അവളോട് പറയടി, നീ വേണേ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഒരാഴ്ച കൊണ്ടുപോയിക്കോളാൻ അമ്മച്ചീനെ. ഒരു റൂമിൽ 4 പേരുണ്ട്. 4 പേരും കൂടെ കൂടി അമ്മച്ചീനെ നോക്കും. ഓരോ ദിവസം ഓരോരുത്തർ കുളിപ്പിക്കുക, ഓരോരുത്തരുടെ കൂടെ കിടത്തുക. അമ്മ അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം കൊണ്ട കൊടുക്കുക. നല്ല ഉപദേശങ്ങളും ഒക്കെ തരുമെന്ന് പറഞ്ഞ അമ്മച്ചി. അതുകൊണ്ടിട്ട് ഞാൻ ചുമ്മാ വിടാൻ പറ്റും. പഠിപ്പിച്ച് ഒരു സ്ഥലത്താക്കാൻ. അതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക. പഠിച്ചോണ്ടിരിക്കുക. ചുമ്മാ കണ്ടോന്നുണ്ടോ എല്ലാവരും വിട്ടാ ഒക്കുവോ?
അവള് പഠിക്കാൻ പോയി കഴിയുമ്പോൾ പിന്നെ ആര് നോക്കും? ഒരു ഭാവി രക്ഷപ്പെട്ടത്. പിന്നെ നീ പോകാനോ വല്ലോ? നമ്മുടെ ഇവിടെ പൊക്കോടി. ആ അമ്മ എവിടെയോ പറയും ആ സ്ഥലത്തോട്ട് നീ പൊക്കോ. അമ്മ നിന്നെ നോക്കി നിന്നെ സ്ഥാനത്ത് എത്തിക്കണം എന്നാ പറഞ്ഞേ. ഏത് സ്ഥാനത്താന്ന് അമ്മച്ചോട് ചോദിക്കും. നല്ല സ്ഥാനത്ത് എത്തിക്കണം. ഫോണോടി നിന്നോടാടി ചോദിക്കുന്നേ. നീ ഫോനുണ്ടോ? അവള് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുവല്ലേ കിട്ടിയ ഇടവേളയിൽ. അവള് കിട്ടിയ ഇടവേള മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാ. ഇവളെ കൊണ്ടുപോകുന്നുണ്ടോ? ഞങ്ങളാരും പോരണ്ടേ? തന്നെ പൊക്കോളുവോ? തന്നെ പൊക്കോളുവോ? മഴ ഇടിയൊക്കെയാ വരുന്നത്. അമ്മ ഞാൻ തന്നെ പോയി. ഇടി മഴയാ വരുന്നത്. പിന്നെ ആരാ കൊണ്ടുപോകണം? മഴയൊക്കെയാ വരുന്നത്. പിന്നെ ആരാ കൊണ്ടുപോകണം? വിവിനെ അത് കൊണ്ടുപോകും. കൊണ്ടുപോകാണ് കുഴപ്പമില്ല. അന്നാ വിവാൻ പൊക്കോടാ. നീ പൊക്കോ. ഇവനെ കൊണ്ടുപോക്കോ. അന്നേ അമ്മ വിവാനെ കൊണ്ടുപോകും. കൊണ്ടുപോണ്ട? ഇവനെ കൊണ്ടുപോകോ. ഫോനുണ്ടോ അവനെ? ഇല്ല. ഇല്ലേ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ലെന്ന് പറയാതെ ചെല്ലടാ. അമ്മച്ചി വിളിക്കുന്നില്ലടാ. പറയാതെ ഇല്ലെന്ന് പറഞ്ഞാലും പിന്നെ എങ്ങനെ വരാന്ന് പറ. എന്നാ പറയണെന്നറിയാം. തന്നെ വരാതാകുമ്പോ വന്നു. ആ അല്ല ചുവന്നോണ്ട് പോകാൻ പറ്റും അല്ലേ? എളി വെക്കാവുന്ന പ്രായമായിരുന്നു, എളി വെച്ചോണ്ട് പോകായിരുന്നു. എളി വെക്കുന്ന പ്രായമായിരുന്നല്ലേ, എളി വെച്ചോണ്ട് പോകായിരുന്നു. അതൊക്കെ പോയി. ആ അതൊക്കെ പോയി. പിന്നെ ഇപ്പൊ വേറെ ആളെ എളി വെക്കാൻ പ്രായമായി. എത്രയിലാടാ പഠിക്കുന്നത്? പ്ലസ് ടു പരീക്ഷ എഴുതിയേക്കുവാ. 12ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതി ഇരിക്കുവാ. അല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥിച്ചു. അവനെ നമുക്കൊരു നിലയിൽ എത്തിക്കണ്ടേ? അവനെ ഒരു നിലയിൽ എത്തിക്കണ്ടേ? ഒരു നിലയിൽ എത്തിക്കണ്ടേ അവനെയും? അവനെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കണ്ടേ എന്ന്. പിന്നെ ആ അതാ പറഞ്ഞ അതിന് അമ്മ പ്രാർത്ഥിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി. പിന്നെ നല്ല പ്രായത്തിലൊക്കെ നല്ല ജീവിതം ജീവിച്ചുകൊണ്ട് പോകണം. എന്തെങ്കിലും അവരുടെ ഭാവി നന്നാവുള്ളൂ, അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിനുവേണ്ടി പ്രാർത്ഥിക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി. അത് വീട്ടിൽ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ഇതൊക്കെ ചെയ്താൽ മതി. അപ്പം എല്ലാം ശരിയായിപ്പോകും. പഠിക്കണം നന്നായിട്ട്, പഠിച്ചാലേ പറ്റുള്ളൂ. പഠിച്ച് മാർക്ക് മേടിക്കണം. പഠിച്ച് മാർക്ക് മേടിക്കണം. ആ മാർക്ക് മേടിക്കുന്നേ. ആ എല്ലാവരോടും നടക്കില്ല. മാർക്ക് മേടിച്ചിട്ട് സ്വന്തം കാലം നിൽക്കാറാവണം. ആ അത് തന്നെ. അല്ലാതെ പിന്നെ കേട്ടോടാ അമ്മ പറഞ്ഞ കേട്ടോടാ. ദിവസം കണ്ട് പടക്കാൻ പറ്റുന്ന കാര്യം. അതെ അതെ. പറമ്പിൽ കിടന്ന് പറഞ്ഞാൽ വല്ലതും കിട്ടുമോ ഇന്നത്തെ കാലത്ത്? അല്ലേ? പിന്നെ ഒരു ഭാഗം കിട്ടിയല്ല. കൊച്ചുങ്ങളുടെ ഭാവി തന്നെ പറഞ്ഞു പോകും. അതെ ഭാവി തന്നെ പോവുള്ളൂ പറമ്പിൽ കിടന്ന് കൊടുത്താൽ. നീ എന്നെ ചിരിക്കണേ? ആ നീ വീഡിയോ കണ്ടിരിച്ചാണ് അമ്മ പറഞ്ഞ കേട്ടോ അല്ലേ? മോളെ നീ പോളില്ലേ? നിന്നോട് പോരുന്നില്ലേ അത്? അവളോട് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. അവളോടെ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. അവള് പരീക്ഷയായിരുന്നു അവക്ക്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുക. എന്നെ കൊണ്ട് ഒരക്ഷരം മിണ്ടിച്ചിട്ടില്ല. ഈ ഹാളിൽ വന്ന് ഈ കസേരയിൽ വന്നിരിക്കും, ഒരക്ഷരം പറയാൻ. അവനെന്റെ മുറി കയറി ഇരുന്ന് പഠിക്കാൻ മേലെ. എന്നിട്ട് ഇപ്പൊ അവൾ എടുത്തിരിക്കും, ഇത്തിരി സമയം എടുത്തിരിക്കുന്ന മൊബൈലിൽ കുത്താൻ ഒരാശ്വാസത്തിന്. അപ്പൊ അവള് മിണ്ടില്ല കേട്ടാ. ഉണ്ടോ? അവളുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് ഭംഗിയായിട്ട് ചെയ്യണം. അവൾക്ക് പഠിക്കേണ്ടത് പഠിക്കണം, കഴിക്കേണ്ടത് കഴിക്കണം. അങ്ങനെയാ ഓരോരുത്തർക്കും ഉണ്ട് പഠിക്കാനായിട്ട്. പഠിക്കാൻ ഓരോ പ്രായത്തിൽ ഓരോ സൈസുണ്ട്. അതൊക്കെ ഓർത്തോർത്ത് പഠിച്ച് എല്ലാം രക്ഷപ്പെടണം. അല്ലാതെ ചുമ്മാ അന്തവും ബന്ധം ഇല്ലാതെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും അറ്റത്ത് തൊട്ട് കഴിഞ്ഞാൽ ഒന്നും രക്ഷപ്പെടില്ല. നിങ്ങളുടെ ഭാവി നശിച്ച് കളയോ? നശിപ്പിച്ച് ഒരു കാര്യമില്ല. കുട്ടി നശിപ്പിക്കും. ബുദ്ധി നശിച്ചു അത് തന്നെ. പിന്നെ പലരുടെ കുത്തും മേടിച്ച് വായിന്ന് വന്ന് വായിന്ന് വന്നതെല്ലാം പറഞ്ഞ് ദുഷിച്ച് നിരാശപ്പെടുത്തുമല്ലാതെ വേറെ ഒന്നും ചെയ്യും. അങ്ങനെ അല്ലാത്ത നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു പ്രായമാകുന്നവരേക്കും
നമ്മൾ അത് മനസാക്ഷിയാക്കുക, നമ്മുടെ മനസാക്ഷിയാക്കി. പഠിക്കാതിരുന്നാലല്ലേ ഉള്ളു. പഠിച്ചിട്ടും നമുക്ക് അവസരം കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പഠിച്ചിട്ടും അവസരം കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പഠിക്കുകയല്ലേ? പഠിക്കും. പിന്നെ പഠിച്ചിട്ടും അവസരം ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂന്ന്? പഠിച്ചിട്ടും ജോലി കിട്ടിയില്ലെങ്കിലേ എന്ത് ചെയ്യൂന്ന്? ആരാ പഠിക്കുന്നവർക്ക്? നീയോ? എനിക്കും കിട്ടിയില്ല. പഠിച്ചതൊക്കെ നേരുന്നതല്ലേ, എന്നിട്ടൊന്നും ജോലി ഇല്ലല്ലോ, ബാക്കിയൊന്നും പഠിപ്പിച്ചില്ലല്ലോ ഒന്ന്. അതാ ഞാൻ പറഞ്ഞത്. പഠിച്ചിട്ടും ജോലി കിട്ടാത്തവരെ കാര്യമാണ് പഠിക്കാൻ തുടങ്ങണതല്ലോ. ഞാനാ 2-3 വർഷത്തോട് പഠിക്കണം. ഇവളല്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്? ഇവാനും വിവാഹത്തിയാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ശാസ്ത്രം വന്നില്ല. ഇവിടുത്തെ കാരണവർ വന്നില്ലേ? ഇവിടുത്തെ കാരണവരാണ് ഇരിക്കുന്നത്. എവിടെ ഇരിക്കണം? ഈ ആണ്ടിരിക്കുന്നു. കണ്ടില്ലേ എവിടെ ഇരിക്കുന്നുണ്ടില്ലേ? ഇവിടെ ഇരിപ്പുണ്ട്, എപ്പോഴും ഇവിടെ ഉണ്ട്. പ്രായമൊക്കെ ആയില്ലേ? പിന്നെ പ്രായമൊന്നും ഒത്തിരി ആയില്ലായിരുന്നു. നടക്കാവോ? നടക്കാനൊന്നും പറ്റിയില്ല. പുറത്തോട്ടും പോകത്തില്ല. ഭക്ഷണം കഴിക്കോ? ഭക്ഷണമൊന്നും കഴിക്കത്തില്ല ഇപ്പൊ. ഇല്ലേ? ഇപ്പൊ ഉപവാസത്തിലാ മൊത്തം. ഉപവാസത്തിലാണ്. ആണോ? വർഷം കുറെ ആയി. അത് വിശപ്പില്ലാഞ്ഞിട്ട് ആഹാരം വേണ്ടാഞ്ഞിട്ട. 10-20 വർഷമായി ഉപവാസത്തിലാ. അങ്ങനെയൊക്കെ പോയാ ഉപവാസിച്ച് വേണം സ്വർഗത്തിലെത്താൻ. അതിനു വേണ്ടി എങ്ങനെയാടി കൊച്ച? എങ്ങനെയാ തീരുമാനം പറയടി. വഴിയാ ഓരോരുത്തർ പോണല്ലേ. അമ്മയുടെ കൂടെ ഞാൻ വന്നാ മതിയോ? അമ്മയുടെ കൂടെ ഞാൻ വന്നാ മതിയോ? നീയോ? വിവീനയുടെ കാര്യമാണ് പറഞ്ഞത്. അവളവിടെ വരത്തില്ലെന്ന് പറയുമ്പോ അതിനെന്തിനാ വിളിക്കുന്നത്? ഞാൻ വരാം. അവള് വരത്തില്ലെന്ന്. അവക്ക് നാളെ പരീക്ഷയാ, പോണെന്ന്. ഞാൻ വന്നാ മതിയോ? ഞാൻ വന്നാ മതിയോ? അല്ല, ആര് വന്നാലും എനിക്ക് വേണ്ടിയില്ല. എന്നെ വിളിച്ചില്ലല്ലോ, അവളെയല്ലേ വിളിക്കുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ വരിക. അല്ല, അവളെയല്ലേ എപ്പോഴും വിവീന നീ വന്നണ്ടോടി എന്ന് ചോദിച്ചു എപ്പോഴും വിളിക്കുന്നത്. എന്നെ വിളിക്കുന്നുണ്ടോ? അവളോടല്ലേ എന്നിട്ട് ചോദിക്കുന്നത്, എന്നെ വിളിക്കുന്നില്ലല്ലോ. അവളെയല്ലേ എപ്പോഴും വിളിക്കുന്നേന്ന്. അമ്മ അവളെയൊന്നും ഞാൻ പോയി വിളിക്കണില്ല. എന്നിട്ട് ഇവിടെ ഇരുന്ന് വിളിച്ചോണ്ടിരിക്കുന്നോ? അവളുടെ ഭാവി നന്നാകണമെങ്കിൽ അമ്മ കൊണ്ടുപോയി അവിടെ പഠിപ്പിച്ച് നിലയിലെത്തിക്കണം. അതിന് വേണ്ടിയാ അല്ല, നിന്നെ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? അല്ലേ? അവളുടെ ഭാവി ക്ലിയർ ആക്കി എടുക്കണമെങ്കിൽ അമ്മയുടെ കൂടെ പോണം. അമ്മ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ നടത്തും. ആരോട്? അവളല്ലല്ലോ, അവക്കല്ലല്ലോ നിർബന്ധം. അവളെ കോളേജിൽ പോകും. ഇവരെയൊക്കെ ഒന്ന് ശരിയാക്കി ആ പെണ്ണുങ്ങളെല്ലാം പോയി കോളേജിൽ, ഇവരുടെ കോളേജിൽ ഒരാഴ്ച പോയി നിന്നിട്ടേ. ഇവളെ പോലെയുള്ള കുറെ പെൺപിള്ളേർ അവിടെയുണ്ട്. ഞാൻ പോയിരുന്നല്ല അവരെ കഴിച്ച് ശരിയാക്കണം. കൊച്ചുങ്ങൾ പഠിച്ചാൽ മതി. നീ എനിക്ക് പഠിക്കാനൊന്നും പറ്റിയ. അമ്മ പഠിക്കണ്ട, അമ്മ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. പഠിക്കണേന്ന് പറഞ്ഞ് കൊടുത്ത് പഠിപ്പിക്കണം. നമ്മളെ പറ്റാവുന്ന പോലെ പറഞ്ഞു കൊടുക്കണം. തെറ്റുള്ളതെല്ലാം മാറ്റുകയും ചെയ്യണം. പിന്നെ അതൊക്കെ അങ്ങനെ ചെയ്താൽ മതി. അതിന് പോണ കാര്യ പറഞ്ഞേ. ഹോസ്റ്റലിൽ ചെന്ന് ഇവര് മൊബൈലൊക്കെ കുത്തിയിരിക്കില്ലേ ആ സമയത്ത്? കുറച്ച് 2 മണിക്കൂർ കിട്ടും അല്ലേടി മൊബൈല്? 2 മണിക്കൂറൊന്നുമല്ല, രാത്രി 8 മണിക്ക് കൊടുത്താൽ മതി. ആണോ? അതുവരെ ആഞ്ഞു കുത്തായിരിക്കും. അത് കഴിഞ്ഞ് കൊണ്ട് വെക്കും. എന്നെ കൊച്ചങ്ങനെ എന്നാ പറഞ്ഞാൽ അവൾ അംഗീകരിക്കും. അവളുടെ തെറ്റ് അവൾ അംഗീകരിക്കും, ഞാനും അംഗീകരിക്കും. നമ്മള് കേട്ടോ രണ്ടുപേരും ഒരുപോലെയാ. പോയേക്കാം വീട്ടിലേക്ക്. ആരാ കൊണ്ടുപോണേ? ആരാ കൊണ്ടുപോകുന്നേ? കൊണ്ടുപോകാൻ ഇപ്പൊ ആരും ഇല്ലല്ലോ. ഇപ്പൊ എങ്ങനെയാ പോണേ? ഇന്നും കൂടെ ഇവിടെ കിടക്കാന്ന. വിവാനെന്തേ മോളെ? വിവാനാടകത്തുണ്ട്. പോയോടെ? വിവാൻ മുറിക്കകത്തുണ്ട്. വിവാനൊക്കെ പോയോ? ഏതെങ്കിലും നിന്നെ കൊണ്ടുപോകുന്നുണ്ടോ?
ഇല്ല പരീക്ഷയ്ക്ക് പോയതാണ്. ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഏ? ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞോ? ഇല്ല, പരീക്ഷ ആയില്ല. ഏ? പരീക്ഷ ആയില്ല. ആയില്ലേ? ദാ, അമ്മച്ചി അവളെ വിളിച്ചിട്ട് പോണില്ലെന്ന് പറഞ്ഞു. നീ പൊക്കോ, നീ എങ്കിലും ചെല്ല്, വരാന്ന് പറ. പറയടാ, അവക്ക് കോളേജിൽ പോണ്ടേ നാളെ. ഇനി ഞാൻ വരാന്ന് പറ. അവൻ വരാന്ന്. വരാമോനെ? ഇങ്ങോട്ടാ? ആ എന്നാ വാ. പൊക്കോടാ. അമ്മയ്ക്ക് അറിയാവുന്ന വീട് കേട്ടോ. നിനക്കറിയാവുന്ന വീട് ഇതല്ല. അമ്മ എവിടം വരെ പോകുന്നോ? ഞാനറിയാൻ മേലെ. എനിക്കറിയത്തില്ല. ഇല്ലേ? ഇല്ല. അയ്യോ, എന്നാ ഞങ്ങൾ പോയാൽ ഇങ്ങനെ തെറ്റ് പോയേ. ആ, അവന് വീട് അറിയത്തില്ല, പിന്നെ അമ്മയ്ക്കല്ലേ അറിയാത്തുള്ളൂ വീടാന്ന്. അവൻ പറയണ ഇവിടെ നിന്നാ മതി എന്നാ. ഞാൻ ശരിക്കും വീട് അറിയാമല്ലോ. അറിയല്ലേ? അമ്മ പോകണ്ട. അമ്മ ഈ വീട്ടിൽ നിന്നാ മതി, എങ്ങും പോകണ്ട. അമ്മയുടെ വീട് ഇതാ. അറിയാൻ മേലാത്ത വീട്ടിലോട്ട് പോയാൽ ശരിയാവും. വീട്ടിൽ നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ? പോയിട്ട് പിന്നെ അവിടെ തലയിൽ കുത്തിരിക്കാൻ അവിടെ തന്നെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നാ പോരെ. അവരുടെ വായു തന്നെ. ആ, വായു വരുന്ന. അതെ അതെ, നമ്മുടെ വീട് ഇതല്ലേ. പോകണ്ട കേട്ടാ, നമുക്ക് പോകണ്ട. നമുക്ക് ഇവിടെ നിൽക്കാം കേട്ടാ. എനിക്ക് ഇഷ്ടമില്ല. ആ, അമ്മയ്ക്ക് ഇഷ്ടമില്ല. ഇത്രേ ഉള്ളു കാര്യം. ഒന്ന് വായും കൊണ്ട് അത്രേ ഉള്ളൂ. ആ, എവിടെയെങ്കിലും കാണും. ഇച്ചിരി ഭക്ഷണം കഴിക്കാം. അതെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അതെല്ലാം ഇവിടെ ഉണ്ടല്ലോ. മോനെല്ലാം പഠിക്കാൻ ഡിഗ്രിയാണോ? പ്ലസ് ടു കഴിഞ്ഞ്. പ്ലസ് ടു കഴിഞ്ഞ്. പ്ലസ് ടു ആണോ? പ്ലസ് ടു PDC PDC ഇത്രേ ആയതോ? PDC. അതിനോട്ട് PDC-യുടെ ആ, PDC കഴിഞ്ഞു. ഏ? PDC കഴിഞ്ഞു. കഴിഞ്ഞോ? നീ റിസൾട്ട് വന്നാൽ മതി. ജയിച്ചോ തോറ്റോ എന്നറിയാനായിട്ട്. റിസൾട്ട് വന്നാൽ മതി. അതുകൊണ്ട് റിസൾട്ടേ എഴുതിയതിന്റെ ഫലം. തോറ്റോ ജയിച്ചോന്ന് അറിയണ്ടേ? പരിശോധിക്കാനോ? ആ, തോറ്റോ ജയിച്ചോന്ന് അറിയാനുള്ള വന്നാൽ മതി. ജയിച്ചോന്നറിയാനോ? ആ, പഠിച്ചോന്നറിയാനോ? ആ, പഠിച്ചല്ല, ജയിച്ചോന്ന് പരീക്ഷ എഴുതല്ലേ. പഠിക്കാൻ അവന്. അവൻ പ്ലസ് ഇതുകൊണ്ട് PDC ഇത് കഴിഞ്ഞു. PDC കഴിഞ്ഞോ? ആ, ഇനി ഡിഗ്രി പഠിക്കണം. ആ, ഇനി ഡിഗ്രിക്ക് പോകണം. അതിന് മാർക്ക് വേണം. അമ്മ പ്രാർത്ഥിക്കും നന്നായിട്ട്. മാർക്ക് പേപ്പർ നോക്കുന്നവരോട് മാർക്ക് തരാം കേട്ടോ. ഇല്ലടാ. ആ, പഠിക്കും. നല്ല കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ നോക്കണം. ആ, എന്നോട് ഭാവിക്ക് വേണ്ടിയിട്ടുള്ളൂ. അതെ അതെ. അല്ല അന്തോ മെന്തോ ഇല്ലാതെ ഓടി നിർദ്ദേശിച്ചിട്ട് ഒടുവിലായി ഒരോടോ ഇല്ല, ഒന്നും എടുക്കാനും വേല. അന്തോ ഇല്ല ബന്ധോ ഇല്ലാതെ വരാം. അതെ അതെ. നല്ല പ്രായമായി വരുമ്പോഴത്തേനും സ്വാതന്ത്ര്യമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ ഓടിക്കാനുള്ള ഭാഗ്യത്തിന് പോലെ പണിയണം. എന്നെങ്കിൽ മാത്രമേ ആരുടെയും അഴക്കും ബഹളവും കൂടാതെ ചെയ്യാൻ പറ്റുമോ. ഇങ്ങനെ വീട്ടോട്ട് പോയാലും ആള് ഇവിടെ ചെന്നാൽ മതി. മോളിപ്പോ എത്രയിലാണ് പഠിക്കണം? 10ൽ കഴിഞ്ഞോ? അവള് നേഴ്സിംഗ് അല്ലേ പഠിക്കുന്നത്? അവള് നേഴ്സിംഗാ പഠിക്കുന്നത്. ഡിഗ്രി നേഴ്സിങ്ങിനല്ലേ? അത് മതി. ഈ ഇല എന്നതാമേ? ഈ ഇല അമ്മയ്ക്കറിയാവോ? അമ്മ ഇവിടെ എന്ത് ഞാൻ വന്ന കാലങ്ങളിൽ ഓർക്കുന്നുണ്ട്. ഇവിടെ കുറേ ഉണ്ടായിരുന്നു ഈ ചീര, സാമ്പാറും ചീര. ഇത് വെച്ച് മിക്ക ആഴ്ചയിൽ 1-2 പ്രാവശ്യം അമ്മ തോരൻ വെക്കുമായിരുന്നു. പക്ഷെ ഞാൻ കഴിക്കത്തില്ലായിരുന്നു, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഇതൊക്കെ കഴിക്കും. കൊളസ്ട്രോള് വന്നാ പിന്നെ അല്ലേ? കൊളസ്ട്രോള് കാണിച്ച പിന്നെ അല്ലാത്ത മറ്റേ പച്ചല ഇലക്കറി എന്ന് പറയുമ്പം ഓടുമായിരുന്നു. അമ്മ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഇലക്കറി വെക്കുമായിരുന്നു. കറി വെക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാ. പക്ഷെ ഈ ഇലയൊക്കെ പണ്ട് കാണുമ്പോ ഉണ്ടല്ലോ, ഇതൊക്കെ എന്നാ പള്ളയാന്ന് വിചാരിച്ചിട്ടുള്ളതാ. പക്ഷെ ഇപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് കറി വെക്കും, നല്ല ടേസ്റ്റാ. ചിലത് കമർപ്പും കയ്പും. ആ, അമ്മ ആഴ്ചയിൽ ഒരു ദിവസം ഇലക്കറി വെക്കുന്നതായിരുന്നു അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ. ചൂടോടുകൂടി കഴിക്കണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോ. ഒരു മുട്ടയും കൂടെ ചേർക്കണം. ഒരു മുട്ടയും കൂടെ. ആ, നല്ലതാ. അങ്ങനെ ചെയ്താലോ അത് രുചി വ്യത്യാസം മാറ്റി നല്ലതാ, ടേസ്റ്റ് ഉണ്ട്. അമ്മ എല്ലാ ചീരയിലും പറിച്ച് തോരൻ വെക്കുമായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഇലക്കറി ഉണ്ടായിരുന്നു. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.